പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു നോൻപ് കാലം മുഴുവൻ ധ്യാനിച്ചാലും തീരാത്ത കഥയാണ് ധൂർത്തപുത്രൻ്റെ ഉപമ. എങ്കിലും ഇന്നത്തെ ഒന്നാം വായനയും പ്രതിവചന സങ്കീർത്തനവും സുവിശേഷവും ഒന്നു ചേർന്ന് വായിക്കുമ്പോൾ അതിൽ നിന്നൊരൊറ്റ ഭാഗം മാത്രം നമുക്ക് തിരഞ്ഞെടുത്താൽ മതിയാകും. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്. ഒന്നാമത്തെ വായനയിൽ നമ്മളത് ഇപ്രകാരം വായിക്കും: തൻ്റെ അവകാശത്തിൻ്റെ അവശേഷിച്ച ഭാഗത്തോട് അവരുടെ അപരാധങ്ങൾ പൊറുക്കുകയും അതിക്രമങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുന്ന അങ്ങയെപ്പോലെ ഒരു ദൈവം വേറെ ആരുണ്ട്? അവിടുന്ന് തൻ്റെ കോപം എന്നേക്കുമായി വച്ചു പുലർത്തുന്നില്ല. എന്തെന്നാൽ അവിടുന്ന് കാരുണ്യത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് വീണ്ടും നമ്മോട് കാരുണ്യം കാണിക്കും. അപ്പനെ മാത്രം എടുക്കുക. ധൂർത്തപുത്രൻ്റെ ഉപമയിൽ വലിയൊരു സാധ്യതയുടെ വാതിൽ തുറന്നിട്ടുകൊണ്ട് ആ കർത്താവ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. തിരിച്ചു വാ എന്ന് പറഞ്ഞ്, യു ഹാവ് എ പ്ലേസ് ടു കം ബാക്ക്. അതാണ് ഈ സുവിശേഷത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഓർമ്മപ്പെടുത്തൽ, ഏറ്റവും പ്രത്യാശ നൽകുന്ന ഓർമ്മപ്പെടുത്തൽ. നിങ്ങൾക്ക് തിരിച്ചു വരാനായിട്ട് ഒരിടമുണ്ട്. നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നൊരു ദൈവഹൃദയമുണ്ട്. ഏത് പാപത്തിൻ്റെ ചേറ്റിൽ കൂടി കടന്നുപോയ മനുഷ്യരാണെങ്കിലും യു കം ബാക്ക്, നിങ്ങൾ തിരിച്ചു വാ. നിങ്ങൾക്കായി ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഐ എം റെഡി ടു ഫൊർഗീവ്. ഞാൻ നിങ്ങളോട് പൊറുക്കാൻ സന്നദ്ധനാണ്. എന്നോട് മാപ്പ് ചോദിക്കാൻ പോലും കർത്താവ് പറയാം, അതിന് സമ്മതിക്കുന്നില്ലെന്നാണ് കാണുന്നത്. പിതാവേ, നിനക്കെതിരായും സ്വർഗത്തിനെതിരായും ഞാൻ വലിയ പാപം ചെയ്തു പോയി എന്നൊക്കെ പറഞ്ഞ് റിഹേഴ്സലൊക്കെ നടത്തി തിരിച്ചു വന്നിട്ട് അതേ കാര്യം ഇങ്ങനെ പിതാവിൻ്റെ മുൻപിൽ ഏറ്റുപറയുന്ന തൻ്റെ പുത്രനെ അവൻ്റെ അധരങ്ങൾക്കൊരു ചുംബനം കൊണ്ട് മുദ്ര ചാർത്തി അവനെ ഇങ്ങനെ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുന്ന അപ്പൻ്റെ ആ ഒരു രംഗം ഒന്ന് ആലോചിച്ച് നോക്കി. ഒന്നും മിണ്ടണ്ട, തിരിച്ചു വന്നല്ലോ, അത് മതി. ഒന്നും മിണ്ടണ്ട, തിരിച്ചു വന്നല്ലോ, അത് മതി. എത്ര തവണ കണ്ടിട്ടുണ്ടെന്നറിയാവോ ഇങ്ങനെയുള്ള സീനുകൾ? നമ്മൾ പല വീടുകളിലും അപ്പനെ അമ്മനെയൊക്കെ അത്രയും വേദനിപ്പിച്ചിട്ട് ജീവിച്ചിരുന്ന മക്കളൊക്കെ തിരിച്ചു വരുമ്പോൾ നമ്മൾ ആലോചിക്കുക, ഇവരെങ്ങനാണ് ഇത്രയൊക്കെ ക്ഷമിച്ചു കൊടുക്കണേ? എങ്ങനെ പറ്റുന്നേ? വെറുതെ വായിച്ചാൽ പോരല്ലോ. ധൂർത്തപുത്രൻ്റെ ഉപമ കാലങ്ങളായിട്ട് വായിച്ചു പോയാൽ പോരല്ലോ. അതങ്ങനെ പുറത്ത് സാരമില്ലട മോനെ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച് ചോറ് കൊടുക്കുന്ന, ചേർത്ത് പിടിക്കുന്ന അമ്മയപ്പനെയൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ബോഗച്ചിൻ്റെ പുസ്തകത്തിൽ ഒരു കഥയോർക്കുന്നുണ്ട്. സ്വന്തം ഭാര്യയെ മറന്ന് വേറെ ഏതൊക്കെയോ സ്ത്രീകളിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ള ഒരു മനുഷ്യൻ. അയാൾക്ക് കുറച്ച് കഴിയുമ്പോൾ വല്ലാത്ത കുറ്റബോധം തോന്നുന്നുണ്ട്. ഇത്രയും സ്നേഹിക്കുന്നൊരു ഭാര്യ, ഇത്രയും വിശ്വസ്തയായിട്ടുള്ളൊരു ഒരു ഭാര്യ, അവളെ നമ്മളിങ്ങനെ പറ്റിക്കണത് ശരിയല്ലല്ലോ. ഇനിയെങ്കിലും നേർവഴിക്ക് പോകണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് അയാൾ അവളുടെ അടുത്തേക്ക് ചെല്ലണേ. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടാൽ നീ ആകെ തകർന്നു പോകുമെന്ന് എനിക്കറിയാം. പക്ഷെ ഇത് പറയാതിരിക്കാൻ പറ്റാഞ്ഞിട്ടാ. ഇനിയും എനിക്കിങ്ങനെ നിന്നെ പറ്റിച്ച് ജീവിക്കാൻ പറ്റാഞ്ഞിട്ടാ. എനിക്ക് മറ്റ് റിലേഷൻസ് ഉണ്ടായിട്ടുണ്ട്. നിന്നെ കൂടാതെ മറ്റു പലരിലേക്കും ഞാൻ പാളിപ്പോയിട്ടുണ്ട്. ഇങ്ങനെ ഷോക്ക് കിട്ടിയ പോലെ ആ സ്ത്രീ നിൽക്കുന്നുണ്ട്. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലേ? അത്രയ്ക്ക് സ്നേഹം ഇയാൾ കാണിക്കുന്നുണ്ട്. തൻ്റെ കാൽക്കീഴിലൊരു കുഞ്ഞിനെ കണക്ക് കിടന്ന് കരയുന്ന ഒരാളെ ചേർത്ത് പിടിച്ചിട്ട് അവർ പറയുന്നുണ്ട്, നിങ്ങളോട് ഞാൻ ക്ഷമിച്ചില്ലെങ്കിൽ വേറെ ആരെ ക്ഷമിക്കാനാ? പുറത്തേക്ക് കളിക്കാൻ പോയി കുറച്ച് കുസൃതിയൊക്കെ കാണിച്ച് തിരിച്ചു വന്ന ഒരു ചെറിയ കുട്ടിയെ കണക്ക് എനിക്ക് നിങ്ങൾ. തമ്പുരാനെ, മനുഷ്യർക്ക് എങ്ങനെയാണ് ഇങ്ങനെ പൊറുക്കാൻ പറ്റണമെന്ന് ആലോചിച്ച് പോയിട്ടുണ്ട് പലപ്പോഴും. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുടെ പേരിൽ അതികഠിനമായ ശാഠ്യങ്ങൾ പുലർത്തുകയും നമ്മുടെ വല്ലാത്ത നിർബന്ധങ്ങൾ കൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്തിട്ടുള്ള നമ്മുടെ ജീവിതങ്ങൾക്ക് ഈ പൊറുതി കൊടുക്കലിനെ കുറിച്ച് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും മറ്റുള്ളവരോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ എന്നാണ് കർത്താവ് ചോദിക്കണേ. നിന്റെ കടങ്ങൾ അവിടുന്ന് പൊറുത്തതുപോലെ നീയും നിന്റെ സഹോദരൻ്റെ കടങ്ങൾ ഇളവ് ചെയ്ത് കൊടുക്കേണ്ടതായിരുന്നില്ലെന്നുള്ളതാണ് ചോദ്യം.
നമ്മുടെ കർത്താവ് അങ്ങനെ ഒരു ദൈവമാണ്. ഇതാ തൻ്റെ അവകാശത്തിൻ്റെ അവശേഷിച്ച ഭാഗത്തോട് അവരുടെ അപരാധങ്ങൾ പൊറുക്കുകയും അതിക്രമങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുന്ന അങ്ങയെ പോലെ ഒരു ദൈവം വേറെ ആരുണ്ട്? കെട്ടിപ്പിടിക്കുന്ന അപ്പനെ നോക്കണം, വേറെ ആരുമില്ല അങ്ങനത്തെ ഒരു ദൈവം. ഒരുപാട് എല്ലാം ധൂർത്തപുത്രനെ ഇറങ്ങിപ്പോകുന്നതൊക്കെ നോക്കണമെന്നേ. ശരിക്കും പറഞ്ഞാൽ ഒരപ്പൻ്റെ കാലശേഷം മാത്രമാണ് മക്കൾക്ക് വേണ്ടിയിട്ട് സ്വത്ത് ഭാഗിക്കുന്നത്. അവിടെ ഇവൻ സ്വത്ത് ആവശ്യപ്പെടുമ്പോൾ ഇൻഡയറക്റ്റായിട്ട് അപ്പനോട് പറയുന്ന കാര്യം ഇതാണ്: നിങ്ങൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു, നിങ്ങൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു, എനിക്കുള്ള സ്വത്ത് തന്നേക്ക്. അത് അവസാനം ഈ അപ്പം വിളിച്ച് പറയും നമ്മൾ കേൾക്കും, എൻ്റെ മകൻ മൃതനായിരുന്നു, എന്നാൽ അവനിപ്പോൾ ജീവിക്കുന്നു. ശരിക്കും മരിച്ചത് ആരായിരുന്നു എന്നുള്ളതാണ്. എന്തൊക്കെയാണെങ്കിലും ഇങ്ങനെ മരിച്ചു കിടക്കുന്ന ഒരാളാണെങ്കിൽ പോലും, അത്രയ്ക്ക് മോശപ്പെട്ട അവസ്ഥകളിലൂടെ കടന്നുപോയ ഒരാളാണെങ്കിൽ പോലും പൊറുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു അപ്പൻ്റെ സ്നേഹം നമ്മളെ എത്രമാത്രം ആശ്വസിപ്പിക്കും, എത്രമാത്രം മാടി വിളിക്കും. എന്നിട്ടും ആ സ്നേഹത്തിലേക്ക് തിരിച്ചു വരാതിരിക്കുന്ന മനുഷ്യരെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് സങ്കടം. പറഞ്ഞു കൊടുക്കാഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ. പള്ളി പുണ്യാളന്മാർക്ക് വേണ്ടി മാത്രമുള്ളതാണെന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് പേരെ ഇങ്ങനെ പള്ളിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്, അകറ്റിക്കളഞ്ഞിട്ടുണ്ട്. അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത് ഇതാണ്: നമ്മുടെ ദൈവം പൊറുക്കുന്ന ദൈവമാണ്. എത്ര വലിയ പാപമാണെങ്കിലും നിങ്ങളൊന്ന് ചെല്ല്. എത്ര വലിയ പാപമാണെങ്കിലും, എത്ര പഴയ പാപങ്ങളാണെങ്കിലും, എത്ര ആവർത്തിക്കുന്ന പാപങ്ങളാണെങ്കിലും അവിടെ നിന്ന് പൊറുക്കാൻ റെഡിയാണെന്ന്, ക്ഷമിക്കാൻ സന്നദ്ധനാണ്. അങ്ങയുടെ ആ വലിയ സ്നേഹത്തിലേക്ക് ചേർന്ന് നിൽക്കാൻ ഞങ്ങളെയും അകന്നു നിൽക്കുന്ന ഓരോരുത്തരെയും സഹായിക്കും. പൊറുതിക്കായി ഞങ്ങളിതാ അങ്ങയുടെ ആശീർവാദത്തിന് കാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ വാഗ്ദാനം ഉണ്ടല്ലോ: നിന്റെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും അത് ഞാൻ മഞ്ഞ് പോലെ വെണ്മയുള്ളതാക്കും. തമ്പുരാനെ, ഈ സ്നേഹത്തിന് മുൻപിൽ, ഈ കരുണയ്ക്ക് മുൻപിൽ, ഈ പൊറുതിക്ക് മുൻപിൽ കരയാതിരിക്കുന്നത് എങ്ങനെ? കണ്ണീരോടുകൂടെ അവിടുത്തെ കാരുണ്യത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ.